വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. അത് സാബത്തിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കണങ്കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളിൽ ഒരുവൻ വന്ന് അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാളിൻ്റേതായ എല്ലാവിധമായ നന്മകളും ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഒരിക്കൽ ഒരു അധ്യാപകൻ തൻ്റെ കുട്ടികളോട് ചോദിച്ചു, നമ്മുടെ ഹൃദയവും ഈശോയുടെ ഹൃദയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു കുട്ടി ചാടി എഴുന്നേറ്റ് പറഞ്ഞു, നമ്മുടെ ഹൃദയം ഉള്ളിലും ഈശോയുടെ ഹൃദയം പുറത്തുമാണിരിക്കുന്നത്. മറ്റു കുട്ടികളൊക്കെ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് അധ്യാപകൻ പറഞ്ഞു, കൊച്ചു പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മുടെ ഹൃദയത്തെ നമ്മൾ അടച്ചു വച്ചിരിക്കുകയാണ്. നമ്മുടെ ഹൃദയം നമ്മൾ പലപ്പോഴും നമ്മുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, നമുക്ക് പ്രത്യേകമായി ചില വ്യക്തികളോടൊക്കെ ചില പ്രത്യേക താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയം തുറക്കാറുള്ളൂ. എന്നാൽ ഈശോയുടെ ഹൃദയം അങ്ങനെയല്ല. ഈശോയുടെ ഹൃദയം എല്ലാവർക്കും വേണ്ടി തുറക്കപ്പെടുന്നതാണ്. അവിടത്തേക്ക് ഒരു വ്യത്യാസവുമില്ല. എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ അവിടുത്തെ ഹൃദയം വെമ്പൽ കൊള്ളുകയാണ്. ഞാൻ ഏതു തരത്തിലുള്ള ഒരു വ്യക്തിയായിക്കോട്ടെ, ഞാനൊരു പാപിയാണോ, ഈശോയുടെ ഹൃദയം എന്നെയും നോക്കുന്നു, എന്നെയും സ്നേഹിക്കുന്നു, എന്നെയും ഉൾക്കൊള്ളുന്നു. ഞാൻ കഠിനമായ വേദനയിലാണോ, ഈശോയുടെ ഹൃദയം എന്നെയും ഉൾക്കൊള്ളുന്നു. കാരണം വേദനകൾ അനുഭവിച്ചതാണ് ഈശോയുടെ തിരുഹൃദയം. എല്ലാവിധമായ വേദനകൾ അവിടത്തേക്ക് എന്താണെന്ന് അറിയാം. ആ വേദനയോടുകൂടെ നമ്മളായിരിക്കുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തെ സമീപിക്കാനായിട്ട് നമുക്കൊരു മടിയും വേണ്ട. ഈ ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന മാസമാണല്ലോ. ഈശോയോടുള്ള തിരുഹൃദയത്തിൻ്റെ ഭക്തി നമ്മളെ വളർത്തുവാനും, ഈശോയോട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം, ഈശോയെ എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ തിരുഹൃദയം പോലെ ആക്കി മാറ്റണമേ. എൻ്റെ ഹൃദയത്തിലുള്ള എല്ലാ മാലിന്യങ്ങളെയും കഴുകി വെടിപ്പാക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കണമേ. അങ്ങയെപ്പോലെ എല്ലാവരെയും ചേർത്ത് പിടിക്കുവാൻ, എൻ്റെ ശത്രുവായാലും എന്നെ ദ്രോഹിക്കുന്നവരായാലും നിന്ദിക്കുന്നവരായാലും പരിഹസിക്കുന്നവരാരായാലും എല്ലാവരെയും ചേർത്ത് പിടിക്കുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ.